ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാവണ്യ എല്ലാവരുടെയും മുമ്പിൽ അശ്വിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അശ്വിനോട് വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. സെയിം ടൈം തന്നെ നമ്മുടെ ശ്യാമിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും വിവാഹം വീട്ടുകാർ തമ്മിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്യാമിൻ്റെയും ശ്രുതിയുടെ വിവാഹം ഉറപ്പിക്കുക, അതിനു മുമ്പ് പ്രീതിയുടെ വിവാഹം ഒന്ന് ഉറപ്പിച്ച് വെക്കണം. അതിനുശേഷം ഇവരുടെ വിവാഹം രണ്ടുപേരുടെ വിവാഹം ഒരുമിച്ച് നടത്താമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ അതേ സെയിം സംഭവം തന്നെ ഇവിടെ നടക്കുവാണ്. നമ്മുടെ ലാവണ്യയുടെയും അശ്വിൻ്റെയും വിവാഹ നിശ്ചയം നടക്കുന്ന അതേ ദിവസം തന്നെ ആകാശിനെ ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് നമ്മുടെ വീട്ടുകാർ തമ്മിൽ തീരുമാനിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ മനോരമ, അതായത് മിസ് കേരള ആയിട്ടുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിനെ തന്നെ വിവാഹാലോചന, അത് നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ തന്നെ വിവാഹാലോചന കൊണ്ടുവരുവാണ്. അങ്ങനെ ഭയങ്കര പണക്കാരാണ് കേട്ടോ അവർ. അപ്പോൾ നമ്മുടെ ആകാശ് എല്ലാവരുടെ മുമ്പിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ പെൺകുട്ടിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല, സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറയുവാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് അത് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ് എല്ലാവരുടെ മുമ്പിൽ പറയേണ്ടത് പ്രീതിയാണ്. പ്രീതിയോ, ഏത് പ്രീതിയും ചോദിക്കുമ്പോൾ ഇവിടെ വരുന്ന ശ്രുതിയുടെ ചേച്ചി പ്രീതിനെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. മനോരമ ഒഴിച്ചിട്ടോ. അതിനുശേഷം നമ്മുടെ ആകാശോട് പറയേണ്ട, അശ്വ നല്ല പെൺകുട്ടിയാണ്, നിനക്ക് നന്നായിട്ട് ചേരുമെന്നൊക്കെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ ശ്യാമായിട്ടുള്ള വിവാഹം കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുമ്പോൾ അതൊന്നും തന്നെ നമ്മുടെ ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും തമ്മിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ തുടങ്ങുവാണ്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ കാണാൻ വേണ്ടി മാക്സിമം വീട്ടിൽ നിൽക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അശ്വിനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീറ്റിന് നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടായിട്ടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അശ്വിൻ കുറേ പ്രാവശ്യം അതായത് പോസിറ്റീവ്നെസ് കാണിക്കുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ശ്രുതി മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം ലാവണ്യമായിട്ടുള്ള വിവാഹമെല്ലാം നടക്കേണ്ടതെന്ന് വെച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോവാണ് ചെയ്യണത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.